ആ കേക്കാം. ഞാനവളെ കണ്ടു. ആ ഇല്ല, വിളിക്കാനൊന്നും പറ്റിയില്ല. ആ ഓക്കെ, ആയിക്കോട്ടെ. മാഡം, ആളെ പരിചയമുള്ളതുകൊണ്ട് ചവിട്ടിയതാ മാഡം. മാഡം എന്താ ഇവിടെ? അതും ഈ നേരത്ത്? ഈ നേരത്തിന് എന്താ പ്രത്യേകത? അതൊന്ന് ചോദ്യം മാഡം. കളരിക്കൽ തറവാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ മാഡം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാലേ അത് ശരിയായ കാര്യമല്ലല്ലോ. എന്നെ കുറച്ചാളെ സാറ് ബാംഗ്ലൂർ വിട്ടിരിക്കുകയായിരുന്നല്ലോ. അവിടെ വെച്ചാ ഞാൻ ഈ വിശേഷം അറിയുന്നത്. കൺഗ്രാറ്റ്സ് മാഡം. എന്തായാലും നടുറോഡ് വെച്ച് കണ്ടപ്പോ അതങ്ങ് കൈമാറിക്കാന്ന് കരുതി. അല്ല, മാഡം എന്താ ഇവിടെ നിൽക്കുന്നു പറഞ്ഞില്ലല്ലോ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാ. ഓ, അതാണ് സ്വന്തം ചടങ്ങ് പോലും മാറ്റി വെച്ച് മാഡം ഇവിടെ വന്നിരിക്കുന്നല്ലേ? മാണിക്കുഞ്ഞ് കുറെ നേരം ആയല്ലോ ചടങ്ങിനെ കുറിച്ച് പറയുന്നേ. ഏത് ചടങ്ങാ? എന്നെ കളിയാക്കണല്ലേ? ഇതേ സ്പെഷ്യൽ ബാംഗ്ലൂർ സ്വീറ്റ്സാ. ഇതിപ്പോ തന്നെ അങ്ങ് തന്നാലോ? അല്ലെങ്കിൽ വേണ്ട, മാഡം കാറിലോട്ട് കയറി നമുക്കേ കളരിക്ക് പോയിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ച് തന്നേക്കാം. അതാണല്ലോ അതിന്റെ ഒരു ചന്തം. മാഡം കാറിൽ കയറുന്നേ. മാണിക്കുഞ്ഞ് പൊയ്ക്കോ, ഞാൻ കാറിൽ വന്നോളാം. ഗാഥ മാഡം കാർ എടുത്തിട്ടുണ്ടോ? എന്നാ പിന്നെ നമുക്ക് അതിലെങ്ങ് പോയാലോ? മാണിക്കുഞ്ഞ് വിട്ടോ, ഞാൻ പിറകെ തന്നെ ഉണ്ട്. മാഡം പൊക്കോളൂ. ശരി മാഡം. എന്ത് ചടങ്ങിന്റെ കാര്യം അയാൾ പറഞ്ഞത്? അയാൾ വല്ലാണ്ട് ഹാപ്പിയാണല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ചടങ്ങുകൾ എന്താണെന്നറിയില്ല. ഇതിലൊന്ന് തീർന്നിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു. ഒരുപാട് സമയമൊന്നും എടുക്കില്ലായിരിക്കും മാം. എന്തെങ്കിലും കാരണവശാലേ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരികയോ അല്ലെങ്കിൽ കൃഷ്ണനെ അന്വേഷിച്ച് വരികയോ ചെയ്ത പ്രശ്നമാണ് സിനി. അവൾക്കൊരു സംശയവും തോന്നാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയേ പറ്റൂ. അയ്യോ മാം, ദേ ഗാഥാ മാഡം. ഞാൻ മീറ്റിങ്ങിലാണെന്ന് കരുതിട്ടാവും സിനിനെ വിളിക്കുന്നത്. കോൾ എടുത്തിട്ട് സ്പീക്കറിൽ ഇട്ടാൽ മതി. ഹലോ ഗാഥാ മാഡം. സിനി ചേച്ചി, നിങ്ങൾ അവിടെ എത്തിയോ? ആ എത്തി. മമ്മിയുടെ